നമസ്കാരം. സംസ്ഥാനത്ത് ജനങ്ങളെ വലയ്ക്കുന്ന പവർ കട്ടിന്റെയും വൈദ്യുതി പ്രതിസന്ധിയുടെയും യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് ഈ സീസണിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ പവർ കട്ട് 30 ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസമല്ല, മറിച്ച് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഹിമാലയൻ അഴിമതിയുടെയും തെറ്റായ തീരുമാനങ്ങളുടെയും അനന്തരഫലമാണ്. കനത്ത മഴക്കുറവ്, അണക്കെട്ടുകളിലെ ജലശേഖരം 28% താഴ്ന്നത്, ഹൈഡൽ പവർ ഉൽപാദനത്തിലുണ്ടായ 80% ഇടിവ്, മുൻ വർഷത്തേക്കാൾ 1000 മെഗാവാട്ടിന്റെ ഉപയോഗ വർധനവ് എന്നിവയെല്ലാം പ്രതിസന്ധിക്ക് കാരണമായെങ്കിലും കേരളത്തെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടത് കഴിഞ്ഞ സർക്കാരിന്റെ കച്ചവട താൽപര്യങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് കേവലം 4 രൂപ 29 പൈസ നിരക്കിൽ കേരളത്തിലേക്ക് സ്ഥിരമായി വൈദ്യുതി എത്തിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ ഓർമ്മയുണ്ടോ? ആ കരാർ പ്രകാരം ഒരു വർഷം ഉമ്മൻചാണ്ടി സർക്കാരും തുടർന്നുള്ള 7 വർഷം പിണറായി സർക്കാരും കുറഞ്ഞ നിരക്കിൽ കേരളത്തിലേക്ക് വൈദ്യുതി വാങ്ങി. എന്നാൽ 8ാം വർഷമായപ്പോഴേക്കും എന്തിന്റെ പേരിലാണ്, ആരുടെ താല്പര്യപ്രകാരമാണ് ആ 25 വർഷത്തെ കരാർ പിണറായി സർക്കാർ റദ്ദാക്കിയത്? ആ കുറഞ്ഞ നിരക്കിലുള്ള കരാർ റദ്ദാക്കിയിട്ട് യൂണിറ്റിന് 8 രൂപ മുതൽ 14 രൂപ വരെ കൊള്ളവില നൽകി അദാനി കമ്പനിയിൽ നിന്നാണ് പിണറായി സർക്കാർ വൈദ്യുതി വാങ്ങിക്കൂട്ടിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ എഗ്രിമെന്റ് മാത്രം നിലവിലുണ്ടായിരുന്നെങ്കിൽ വൈദ്യുതി തരാൻ ആ കമ്പനി നിയമപരമായി ബാധ്യസ്ഥരാക്കുമായിരുന്നു. എന്നാൽ എന്തിനാണ് ആ കരാർ റദ്ദാക്കിയതെന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇന്നും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ 1 മണിക്കൂർ ഇരുട്ടിൽ കഴിയട്ടെ എന്ന് ഏതെങ്കിലും സർക്കാർ ആഗ്രഹിക്കുമോ? ഇത്രയും കടുത്ത വരൾച്ച ഉണ്ടാകുമെന്നോ ഓപ്പൺ മാർക്കറ്റിൽ പോലും വൈദ്യുതി കിട്ടാനില്ലാത്ത സ്ഥിതി വരുമെന്നോ ആരും കരുതിയിരുന്നില്ല. ഇതിനിടയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ഇല്ലാതാക്കി കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രം സ്വകാര്യ കമ്പനികളെയും അദാനിയെയും സഹായിച്ച പിണറായി സർക്കാരാണ് KSEBയെ ആയിരക്കണക്കിന് കോടിയുടെ കടക്കണിയിലാക്കിയത്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 5 രൂപ 90 പൈസ നിരക്കിൽ 200 മെഗാവാട്ട് വൈദ്യുതി താൽക്കാലികമായി വാങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എങ്കിലും പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന പ്രചാരണവുമായി ഇറങ്ങിയവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിയും കോർപ്പറേറ്റ് പ്രീണനവുമാണ് ഇന്നത്തെ ഈ ഇരുട്ടിന് കാരണമെന്ന് സമൂഹം തിരിച്ചറിയണം. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിവെച്ച ജനക്ഷേമ കരാറുകൾ അഹങ്കാരത്തോടെ തച്ചുടച്ച് സ്വകാര്യ മുതലാളിമാർക്ക് കോടികൾ അടിയറവ് വെച്ച പിണറായി വിജയന്റെ ഭരണം നൽകിയ ഇരുട്ടടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പവർ കട്ട്. നാടിനെ ഇരുട്ടിലാക്കി കമ്മീഷൻ കൊയ്ത അഴിമതിക്കാരെയും ജനങ്ങളുടെ ചിലവിൽ അദാനിമാർക്ക് ലാഭമുണ്ടാക്കി കൊടുത്തവരെയും തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ വി.ഡി. സതീശൻ സർക്കാരിന് കഴിയട്ടെ.